വില്ലാസ് കിഡിലൻ ടോപ്പിക്കാണ്. നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇതാ ഈ സ്ട്രക്ചർ പരീക്ഷയ്ക്ക് തരികയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതണം വില്ലസ്. പിന്നെ അതിലൊന്നും ചിന്തിക്കരുത് വില്ലസ് വില്ലസ് വില്ലസ്. മലയാളത്തിൽ അവൻ്റെ പേരെന്താ? വില്ലസ്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ അവനക്ക് ഒറ്റ പേരേ ഉള്ളൂ, വില്ലസ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം തന്നു. ഈ ചിത്രം എന്താണ്, ആരാണ്, എങ്ങനെയാണ്, എന്ത് കുന്തം ചോദിച്ചാലും വില്ലസ്, ഒരു സംശയം പാടില്ല. ഇനി രണ്ടാമത്തത് ഇതിൽ നിന്ന് ചോദ്യം വരും എന്താണെന്നറിയോ? അത് കിടിലൻ ചോദ്യം. രണ്ടാമത്തത് ഇതാ ഇവിടെ രണ്ട് കുഴലുണ്ട്. ഓക്കെ, അതിലൊന്നാമത്തെ കുഴലാണ് ഇതാ ഈ പോകുന്ന കുഴൽ ഇതാ ഈ കുഴൽ ആരാന്ന് ചോദിക്കും. ഇതാ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഈ മാർക്കിംഗ് ഒരു ലൈൻ, ഒരു വര എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഐഡൻറ്റിഫൈ എ, അതായിരിക്കും ആദ്യത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ലാക്റ്റിയൽ. എന്താ എഴുതേണ്ടത്? ലാക്റ്റിയൽ. അതിൻ്റെ മലയാളം എന്താണ് സാർ? ലാക്റ്റിയൽ തന്നെ. അതിന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒരു പേരേ ഉള്ളൂ, ലാക്റ്റിയൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുഴലുണ്ട്, അതാണ് ലാക്റ്റിയൽ. എന്നാൽ ഇവിടെ വേറൊരു കുഴലുണ്ട്, ഇതാ ഒരു മഞ്ഞക്കുഴൽ. അപ്പോൾ നിങ്ങൾ മഞ്ഞക്കുഴൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ റോസ് കുഴൽ, അത് ലാക്റ്റിയൽ. അങ്ങനെ ചിന്തിക്കരുത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതാ ഈ മുകളിലുള്ള കുഴലില്ലേ, മുകളിലുള്ള കുഴലാണ് ആര്? ബ്ലഡ് കാപ്പിലറീസ്. ആരാണ്? ബ്ലഡ് കാപ്പിലറീസ്. അല്ലെങ്കിൽ ഇതാ രണ്ട് വര, രണ്ട് മാർക്കിങ് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്നുമേ ചിന്തിക്കരുത്, അതാരാണ്? ബ്ലഡ് കാപ്പിലറീസ്. ലാക്റ്റിയലിൻ്റെ മലയാളം എന്താണ്? ലാക്റ്റിയൽ. ബ്ലഡ് കാപ്പിലറീസിൻ്റെ മലയാളം എന്താണ്? ബ്ലഡ് കാപ്പിലറീസ് അല്ലേ? അല്ല, ബ്ലഡ് കാപ്പിലറീസിൻ്റെ മലയാളം രക്തലോമിക. എന്താണ്? രക്തലോമിക. അപ്പോൾ ഇവിടെ പിന്നെ മൂന്നാമത് ഒരാളും കൂടി ഉണ്ട്, അത് ഇതാ അവിടെ. ഒരു മിനിറ്റ്, അവനും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാ ഒരു ലെയർ സെല്ല് മാത്രമുള്ള സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെല്ല്. ഒരു ലെയർ സെല്ല് മാത്രമുള്ള ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ, സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെൽ. അത് പൊതുവേ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാറില്ല, മാർക്ക് ചെയ്യാൻ ചോദിക്കാറില്ല. പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നത് ഇവരെ രണ്ട് പേരെയാണ്, ബ്ലഡ് കാപ്പിലറീസിനെയും ലാക്റ്റിയലിനെയും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, താഴെയുള്ള ഈ കുഴൽ അതാരാണ്? ലാക്റ്റിയൽ. മുകളിലുള്ള ഈ രണ്ട് വര അതാരാണ്? ബ്ലഡ് കാപ്പിലറീസ്. ആരാണ്? ബ്ലഡ് കാപ്പിലറീസ്. മാറരുത്. മുകളിൽ രണ്ട് വര വന്നാൽ അത് ബ്ലഡ് കാപ്പിലറീസ്. ഇനി ചിലപ്പോൾ മുകളിൽ ഒരു ഒറ്റ വര വന്നുകൊണ്ട് മാത്രം ചോദിക്കും, അതാരാണ്? അത് ബ്ലഡ് കാപ്പിലറീസ് തന്നെ. ചിലപ്പോൾ രണ്ട് വര ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓക്കെ, പക്ഷെ താഴത്തുനിന്ന് മുകളിലോട്ട് ഒരു കുഴൽ പോകുന്നുണ്ടെങ്കിൽ, അവൻ ലാക്റ്റിയൽ. ഒരു സംശയം പാടില്ല, കണ്ണു ചിമ്മി എഴുതണം ലാക്റ്റിയൽ. സ്പെല്ലിങ് തെറ്റെഴുതിട്ടോ, കണ്ണു ചിമ്മി എഴുതുമ്പോൾ പോട്ടെ. അപ്പോൾ ലാക്റ്റിയൽ, മുകളിലുള്ളതാരാണ്? ബ്ലഡ് കാപ്പിലറീസ്. ഇനി ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതൊരു കുന്തം ഒരാൾക്ക് അറിയില്ല, ബ്ലഡ് കാപ്പിലറി എവിടെ അറിയില്ല, ലാക്റ്റിയൽ എവിടെ അറിയില്ല, ഒന്നുമേ നമ്മൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചിത്രം പകർത്തി വരക്കാൻ പറയും, അതിനൊരു മാർക്ക് ഉണ്ടാവും, റീഡ്രോ. അപ്പോൾ റീഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഒന്നും അറിയില്ലെങ്കിൽ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യുക, ഉള്ളു മൊത്തം ചെയ്തിട്ട് ലാക്റ്റിയൽ എവിടെയെന്ന് ചോദിച്ചാൽ വെറുതെ വരയ്ക്കുക, ചുമ്മാ വരച്ചിട്ട് ഇവിടെയാണ് ലാക്റ്റിയൽ. അപ്പോൾ അവിടെ ലാക്റ്റിയൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്കും അറിയില്ല, പക്ഷെ എന്താണ്, ഉള്ളു മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വര എവിടെ നിന്നാണ് വന്നു എന്നുള്ളത് നോക്കുന്ന ആൾക്കും മനസ്സിലാവില്ല, എഴുതി നിങ്ങൾക്കും മനസ്സിലാവില്ല. പക്ഷെ ഒരു അരമാർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഇത് ശരിയാണോ വെച്ചാൽ ശരിയല്ല, തെറ്റാണോ വെച്ചാൽ തെറ്റുമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കണം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അതറിയില്ലെങ്കിൽ മാത്രം. പക്ഷെ നമ്മൾ ബുദ്ധിയുള്ള മക്കളാണ്, നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് മാർക്ക് ചെയ്യണം. ദാ ഈ മുകളിലോട്ട് പോകുന്ന ഈ കുഴലില്ലേ, അതാണ് ലാക്റ്റിയൽ. ഇവനാണ് ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, അപ്പോൾ ഇനി അത് മാറരുത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ സ്ട്രക്ചറും പിന്നെ അതിൻ്റെ മാർക്കിങ്ങും. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയോ? ഇവിടെ ഒന്നാമത് ഇപ്പോൾ ഇവനെ ചോദിച്ചു, ഇവരെങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് ആരാന്ന് ചോദിച്ചു, അപ്പോൾ നമ്മൾ പറയും ലാക്റ്റിയൽ. ഈ രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ലാക്റ്റിയലിൻ്റെ ഫംഗ്ഷൻ എന്ത്? ലാക്റ്റിയൽ എന്താണ് അബ്സോർബ് ചെയ്യുക? വില്ലസിൻ്റെ എല്ലാവരുടെയും ഫംഗ്ഷന് അബ്സോർപ്ഷനാണ്. അപ്പോൾ ലാക്റ്റിയൽ എന്ത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വരിക. ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയുമാണ്. ലാക്റ്റിയൽ എന്ത് അബ്സോർബ് ചെയ്യുക? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അങ്ങനെയെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് എന്ത് അബ്സോർബ് ചെയ്യും? ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. കുറേ പേരുണ്ടല്ലോ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മേ ബി ഇവനെ മാർക്ക് ചെയ്യാനേക്കാരം, ഇവനെ നമ്മൾ മാർക്ക് ചെയ്യും ബ്ലഡ് കാപ്പിലറീസ്. രണ്ടാമത്തെ ചോദ്യം ആ മാർക്ക് ചെയ്തിട്ടുള്ള ചങ്ങായി ഏതൊക്കെയാണ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്ന് എഴുതി വെക്കണം. പരീക്ഷയ്ക്ക് ഒരാൾ ഒന്നാമത്തെ ചോദ്യം തെറ്റിച്ചു, ഇവന് ബ്ലഡ് കാപ്പിലറി എന്ന് എഴുതുന്നതിന് പകരം ലാക്റ്റിയൽ എന്ന് എഴുതി, അപ്പോൾ അവിടെ തെറ്റി. രണ്ടാമത്തെ ചോദ്യം ആ സാധനം എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ആൻസർ വരേണ്ടത് ബ്ലഡ് കാപ്പിലറീസാണ്. അപ്പോൾ ബ്ലഡ്
ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്നത് ഇതാ ഈ സാധനങ്ങളാണ്. അവൻ എഴുതിയത് ലാക്റ്റിയൽ നേക്കാരം. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിരിക്കും. അപ്പോൾ അത് എഴുതി കൊടുക്കും. അപ്പോൾ വീണ്ടും തെറ്റും, പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് തെറ്റിയാൽ രണ്ടും തെറ്റും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്സ്. എന്നാൽ ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോള്. ഫാറ്റി ആസിഡ് എന്ന് എവിടെ കേട്ടാലും അവിടെ കാരുണ്ടാവും, ഗ്ലിസറോൾ ഉണ്ടാവും. ഗ്ലിസറോൾ എന്ന് എവിടെ കേട്ടാലും അവിടെ കാരുണ്ടാവും, ഫാറ്റി ആസിഡ് ഉണ്ടാവും. കാരണം അവരെന്താണ്? അവർ അവരെന്താണ്? ലൊവിന് എല്ലല്ലേ ലാക്റ്റിയലിനും എല്ലല്ലേ, അങ്ങനെ കണക്ട് ചെയ്യട്ടോ. അപ്പം ലാക്റ്റിയൽ ലവ്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലവ്. അപ്പം ലാക്റ്റിയൽ അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറീസ് രക്തലോമികകൾ അബ്സോർബ് ചെയ്യുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് മൂന്നാമതൊരു ചോദ്യം വരികയാണെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയായിരിക്കും: എന്തുകൊണ്ടാണ് വില്ലസ് എന്ന് പറയുന്ന വിരൽ പോലെയുള്ള ഈ ഒരു ഭാഗം അബ്സോർപ്ഷന് സ്യൂട്ടബിൾ ആവുന്നത്? എന്തുകൊണ്ടാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നത് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇതാണ്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആയിട്ടുള്ള ഈ വില്ല അല്ലെങ്കിൽ വില്ലസ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിച്ച് ആർ ഇൻക്രീസ് ദ സർഫസ് ഏരിയ. അത് സർഫസ് ഏരിയ കൂട്ടുന്നു. എന്തിൻ്റെ സർഫസ് ഏരിയ? ഓഫ് അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നു. എവിടെ? ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ബൈ മെനി ഫോൾഡ്. അതായത് ഇത് വിരലുകൾ പോലെ ആയതുകൊണ്ട് തന്നെ ഇത് സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ഫോൾഡ് നൂലുണ്ട മടക്കി വെച്ച പോലെ അങ്ങനെ ഫോൾഡ് ആയിട്ടാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഏരിയ കൂട്ടാൻ പറ്റും. എന്തിൻ്റെ? അബ്സോർപ്ഷന്. എന്തുകൊണ്ടാണ് ഇത് അബ്സോർപ്ഷന് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ, ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ദ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ്റെ ആകിരണത്തിൻ്റെ സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം. അതിൻ്റെ മലയാളം ഞാൻ അവിടെ എഴുതി തരാം. പ്രതല വിസ്തീർണം, ആകിരണത്തിൻ്റെ പ്രതല വിസ്തീർണം കൂട്ടാൻ പറ്റും. ബിക്കോസ് അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്, വിരൽ പോലെയുള്ള ആകൃതിയാണ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. സോ ഗുഡ് ബൈ.